Kerala Forest and Wildlife Department Social Forestry Division Kottayam carries out afforestation works outside the forest to create mini forest. The project Vidyavanam Nagaravanam is also implemented at CMS College after clearing a land of 5 cents to create a mini forest. Joining us is the principal, Dr. Varghese Joshua, and the head of the Department of Botany, Dr. Rojimohan P. Thomas, with more details on the venture. Sir, എന്താണ് ഈ പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇത് ഒരു കേരള ഗവൺമെന്റിന്റെ സഹകരണത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് നഗരവനം എന്നൊരു പദ്ധതിയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വൈൽഡ് ലൈഫ് അവരാണിത് പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ഇത് നഗരത്തിനുള്ളിൽ ഒരു ചെറിയ വനം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് വാസ്തവത്തിലൊരു ചെറിയ പ്രോജക്റ്റ് അല്ല. കാരണം ഒരു വനം രൂപപ്പെട്ടു വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം നിങ്ങൾ ബോട്ടണി വിദ്യാർത്ഥികളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു വനം സ്വാഭാവികമായിട്ടുള്ള ഒരു വനം രൂപപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അനേക വർഷങ്ങളെടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ 2 പങ്കാളിത്തമാണ്. സർക്കാരിൻ്റെ ഒരു പങ്കാളിത്തം ഇതിനകത്തുണ്ട്, നമ്മുടെ പങ്കാളിത്തമുണ്ട്. സർക്കാരിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക സഹായം സർക്കാരിൻ്റെയാണ്. വളം, ഇതിൻ്റെ ലേബർ, അതുപോലെ തന്നെ ഏതാണ്ട് ഇതിലാവശ്യമായിട്ടുള്ള ചെടികളും മരങ്ങളും എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഇപ്പം നമ്മളാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളിത് വേറെ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് വേസ്റ്റായി പോകും. അപ്പോൾ ഇത് ഒരു കാരണവശാലും നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു സാധ്യതയില്ല. ഇത് സ്വാഭാവിക വനമായിട്ട് നമ്മൾ നിലനിർത്തും എന്നുള്ള ഒരു ഉറപ്പിലാണ് സർക്കാരിന് ഇത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബഹുജന പങ്കാളിത്തത്തോടു കൂടി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. സാറേ, വനം വെക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ അകത്ത് ഒരേ രീതിയിലുള്ള ചെടികളാണ് വെക്കുന്നത്, അതോ വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ? ഇപ്പം നമ്മൾ തെളിക്കുന്ന സ്ഥലം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് നമുക്ക് തോന്നിയാൽ അതൊരു ചെറിയൊരു കാടിൻ്റെ വനത്തിൻ്റെ പ്രതീതി കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ നിൽക്കുന്നത് മുഴുവൻ മഹാഗണിയുടെ തൈകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്. അപ്പം കുറേ മഹാഗണിയിൽ നിന്ന് വീണ തൈകൾ മാത്രമാണ്, അത് വനമല്ല. അതിൽ തന്നെ ഇനിയും അതിൽ ചിലതൊക്കെ വളരുമെന്നുള്ളതല്ലാതെ അതൊരു വനമൊന്നും ആകില്ല. പക്ഷെ വനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ അതിൻ്റെ വൈവിധ്യമാണ് വനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. എത്രമാത്രം വൈവിധ്യമുണ്ടോ അതാണ് വനത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് തെളിച്ചിട്ട് ഇത് സ്വാഭാവിക വനമായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 140ഓളം സ്പീഷീസിൽ 450 മരങ്ങളാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ഗവൺമെൻറ്റാണ് ചെയ്തിരിക്കുന്നത്, തൈകളും അതാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ റോജിമോൻ സാർ തന്നെ തരും. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഈ ഒരു കണക്ക് മാത്രമേ എനിക്കറിയാവൂ. അതായത് 140 സ്പീഷീസിൽ പെടുന്ന 450 വിവിധ സസ്യങ്ങളാണ് ഈ 5 സെൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ റോജിമോൻ സാറാണത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നത്. അത് റോജിമോൻ സാർ വിശദീകരിക്കും. അപ്പം നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷ സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മോണോ കൾച്ചറാണ്. ഒരേ ടൈപ്പ് പ്ലാന്റ് തന്നെ മഹാഗണി മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിതൊരു സ്വാഭാവിക വനമായി മാറ്റിയെടുക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്വാഭാവിക വനമാണ് നമ്മളിവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്നത്. ഏകദേശം സാറ് പറഞ്ഞ പോലെ തന്നെ 140 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ്, വിവിധ വർഗ്ഗങ്ങളിലുള്ള മരങ്ങൾ 450 എണ്ണത്തിൽ കൂടുതൽ 5 സെൻറ്റ് സ്ഥലത്താണ് നമ്മളിത് വെച്ച് പിടിപ്പിക്കുന്നത്. അതിനകത്ത് തന്നെ മെയിനായിട്ട് നമ്മുടെ മൂട്ടിപ്പഴം, അശോകം, കമ്പകം, വേങ്ങ, അങ്ങനെ എൻഡേഞ്ചേർഡായ ഗുരുതര വംശനാശ ഭീഷണിയുള്ള നിരവധി മരങ്ങളാണ് നമ്മളിവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം, അതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തം, സാറ് പറഞ്ഞ പോലെ തന്നെ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ അധ്യാപകർ, അനധ്യാപകർ, കുട്ടികളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഇത് ഇനിയും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ നടത്താതെ ഒരു വനം സൃഷ്ടിക്കുക നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ. അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതാണ് CMS കോളേജിൻ്റെ പങ്കാളിത്തത്തോടുകൂടി നമ്മളിവിടെ ചെയ്യുന്നത്. സാർ, ഫലവൃക്ഷങ്ങളാണോ കൂടുതലായും ഈ ഒരു ഫോറസ്റ്റിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുമുള്ള വൃക്ഷങ്ങൾ നമ്മളിനകത്ത് വെക്കുന്നുണ്ട്. തദ്ദേശീയമായി വളരുന്നവ, ഗുരുതര വംശനാശ ഭീഷണിയുള്ളവ, അതുകൂടാതെ തന്നെ നമ്മുടെ നാൽപ്പാമരങ്ങൾ, ദശമൂലം, ഇപ്പോൾ പറഞ്ഞ പോലെ പഴവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് മരങ്ങളും നമ്മൾ ഇതിനകത്ത് ഈ 5 സെൻറ്റിനകത്ത് 450 എണ്ണത്തിൽ വരുന്നതാണ്.
സാർ നമ്മുടെ കോളേജിൽ സ്വാഭാവികമായിട്ട് ഒരു വനം ഉണ്ട്. അപ്പം ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ അത് തമ്മിൽ എങ്ങനെ യോജിച്ച് പോകുന്നെന്ന് സാറിന് തോന്നുന്നത്? ഇപ്പോൾ നമുക്ക് നമ്മുടെ കോളേജിലെ സ്വാഭാവികമായ വനം എന്നുള്ളതിനോടൊപ്പം സ്വാഭാവികമായിട്ടൊരു ജൈവ വൈവിധ്യം തന്നെ ഉണ്ട്. ജൈവ വൈവിധ്യമുണ്ട്, സ്വാഭാവിക വനവുമുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ തന്നെ, അതായത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ചെയ്തത്. ഏതാണ്ട് 500ഓളം സ്പീഷീസ് മരങ്ങളല്ല സസ്യങ്ങളും എല്ലാം കൂടെ, അതായത് പ്ലാന്റ് സ്പീഷീസിലുള്ള എല്ലാം കൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മളത് ഏതാണ്ട് ഒരു 250 പുതിയ സ്പീഷീസ് ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മൾ ചെയ്തത്, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ക്യാമ്പസിലുണ്ടായിരുന്ന 450-500 സ്പീഷീസിനോടൊപ്പം ഒരു 250 സ്പീഷീസ് കൂടെ ആഡ് ചെയ്ത് ഇപ്പം നമുക്ക് നമ്മുടെ ക്യാമ്പസിലുള്ളത്, നമ്മുടെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ 750 സ്പീഷീസാണ്. 750 സ്പീഷീസ് ഓഫ് മരങ്ങളാണ്. അപ്പോൾ ആ 750 സ്പീഷീസ് ഓഫ് മരങ്ങൾക്കകത്ത് ഇപ്പം തന്നെ പല ഭാഗത്തായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കോളേജിലുണ്ടായിരുന്ന ക്യാമ്പസിലുണ്ടായിരുന്ന 450 സ്പീഷീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ട് പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു 250-300 സ്പീഷീസ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നേരത്തെ നിങ്ങളുടെ റോജിമോൻ സാർ പറഞ്ഞതുപോലെ നേരത്തെ നമുക്കില്ലാതിരുന്നത് പഴവർഗ്ഗങ്ങളായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്തു. അതുപോലെ തന്നെ എൻഡഞ്ചേർഡ് ആയിട്ടുള്ളതും ക്രിട്ടിക്കലി എൻഡഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ചില പ്രത്യേക ഇനങ്ങൾ നമ്മുടെ ക്യാമ്പസിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ 300 വന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളുടെ ക്യാമ്പസിൽ സ്വാഭാവികമായിട്ടുള്ള ജൈവ വൈവിധ്യത്തോടൊപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു ജൈവ വൈവിധ്യം ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് മൂന്നാമത് ഒരു വ്യത്യസ്തമായിട്ടൊരു പ്രോജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയ തന്നെ നമ്മളിതിന് വേർതിരിക്കുക. അപ്പോൾ അതിന് സെലക്ട് ചെയ്ത സ്ഥലം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒന്ന് നമ്മുടെ ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകത്ത് പല സർവകലാശാലകളിലും ഓപ്പൺ ലൈബ്രറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് വായനയും ലൈബ്രറിയുടെ സേവനങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാവുന്നതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചില രാത്രിയിലൊക്കെ പാർട്ടികൾ നമ്മൾ ഓപ്പൺ എയറിൽ നടത്തുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുസ്തകം പുറത്തിരുന്ന് വായിക്കാം. ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഭാഗത്തൊക്കെ ബെഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒരു ഓപ്പൺ ലൈബ്രറി സെക്ഷനായിട്ട് മാറാൻ പോവാം. അപ്പോൾ ഓപ്പൺ ലൈബ്രറി സെക്ഷൻ എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി എല്ലാമല്ല, ലൈബ്രറിയുടെ എല്ലാ സേവനങ്ങളും അല്ല, ചില സേവനങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ എയറിൽ കിട്ടും. അപ്പോൾ അതിനോട് ചേർന്നാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജൈവ വൈവിധ്യം, ഒരു സ്വാഭാവിക വനം ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പം ലൈബ്രറിയുടെ ഏറ്റവും ടോപ്പിലുള്ളൊരു ഏരിയ ഏതാണ്ട് ഒരു 70-75 പേർക്ക് ജനൽ കൂടെ പുറത്തേക്കുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിരുന്ന് വായിക്കാനും പഠിക്കാനുള്ള ഒരു ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഈ സ്വാഭാവിക വനത്തിന് അഭിമുഖമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി, അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ഉള്ള ഒരു ഒരു അക്കാദമിക് സാഹചര്യം ഒരുക്കുക നമ്മൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, നേരത്തെ നിങ്ങളുടെ റോജിമോൻ സാർ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എന്താണ് മോണോ, അതായത് ഒരു സസ്യം മാത്രം എങ്ങനെയോ വളർന്നു വന്ന ഒരു ജൈവ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. അതായത് മഹാഗണിയുടെ തൈകൾ മാത്രം. അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് ഒരു വനം എന്നുള്ള നിലയിൽ വൈവിധ്യത്തെ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കോളേജിലെ സ്വാഭാവികമായിട്ടുള്ള ജൈവ വൈവിധ്യത്തെ ഇത് ശക്തിപ്പെടുത്തുകയും മനോഹരമാക്കുകയും കൂടുതൽ ഇത് ഇതുമായിട്ട് ഉൾപ്പെടുന്ന ആളുകൾക്കൊരു അവബോധം സൃഷ്ടിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ 5 സെൻറ്റ് വിട്ടുകൊടുക്കുമ്പോൾ അതിനകത്തൊരു വേറൊരു മെസ്സേജ് ഉണ്ട്. ഈ 5 സെൻറ്റ് ഒരു വനമെന്ന് പറയുന്നത് ഏതാനും വർഷങ്ങൾ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, വർഷങ്ങളോ നൂറ്റാണ്ടുകളോ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം ഇവിടെ നമ്മളിങ്ങനെ വനം വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇവിടെ ഇനി ഒരു കാരണവശാലും ഒരു നിർമ്മാണ പ്രവർത്തനം വരാൻ സാധ്യതയില്ല എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തേത്, ഇത്രയും വലിയ കെട്ടിടങ്ങൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഒരു വനവൽക്കരണത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ലോകത്തുള്ള പല സർവകലാശാലകളിൽ ഇങ്ങനൊരു നിയമം തന്നെയുണ്ട്. അതായത് 20% 25% സ്ഥലം മാത്രമേ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി 80% സ്ഥലങ്ങളിൽ ഈ മരങ്ങളോ അല്ലെങ്കിൽ സസ്യങ്ങളോ അല്ലെങ്കിൽ പുല്ലോ വെച്ച് പിടിപ്പിക്കണമെന്നാണ്. അപ്പോൾ അത് നമ്മൾ പാലിക്കുക. അപ്പോൾ അതിപ്പോൾ ഇവിടെ കുറച്ച് ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ എൻഡഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി എൻഡഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് അതിനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് കൊണ്ടിരുന്നു. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ സഹകരണം കൂടെ അതിനകത്തുണ്ട്, പിന്തുണ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രാധാന്യം. കാരണം നമുക്ക് അത് കൂടുതൽ നമ്മളെ അതിനെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്.